അറിവിൻ പ്രകാശം അകക്കണ്ണിൽ നിറയുന്ന ആദ്യാക്ഷര ബീജമുള്ളിൽ വിരിയുന്ന സുദിനമാകുമ്പോൾ ഈശ്വരാ നിൻ സാന്നിധ്യം എന്നിൽ നിറയും. എഴുത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയാമോ? വരൂ, അതിനെക്കുറിച്ച് കേൾക്കാം. ഒരു കുട്ടിക്ക് അവന്റെ ജീവിതത്തിൽ വിദ്യ വഴികാട്ടിയായി മാറുന്നു. കുട്ടികൾക്ക് 3 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുട്ടികളെ എഴുത്തുനിരുത്തേണ്ടതാണ്. എഴുത്തുനിരുത്താനായി വിളക്ക് കത്തിച്ചു വെച്ച് കുട്ടിയെ മടിയിലിരുത്തണം. അമ്മയുടെ ഇടത് തുടയിലും അച്ഛന്റെ വലതുടയിലുമാണ് ഇരുത്തേണ്ടത്. പുറത്തു നിന്നുള്ള ആളാണ് എഴുത്തിനിരുത്തുന്നെങ്കിൽ ആൺകുട്ടിയെ വലതു തുടയിലും പെൺകുട്ടിയെ ഇടതു തുടയിലുമാണ് ഇരുത്തേണ്ടത്. മടിയിരുത്തിയ കുട്ടിയുടെ നാക്കിലാണ് സ്വർണ്ണ മുതൽ തേനിൽ മുക്കി അക്ഷരം എഴുതിക്കേണ്ടത്. അരിയിൽ ഹരിശ്രീ ഗണപതേ നമഃ എന്നാണ് എഴുതേണ്ടത്. ഈ അക്ഷരങ്ങൾ 51 അക്ഷരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. എഴുതിപ്പിക്കുന്ന ആൾ തന്നെ അക്ഷരം തുടയ്ക്കണം, കുട്ടിയെ കൊണ്ട് തുടപ്പിക്കരുത്. പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഉണക്കലരിയിൽ കുട്ടിയുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് അക്ഷരങ്ങൾ എഴുതിപ്പിക്കണം. അക്ഷരം എഴുതിയ അരി 2 ദിവസം സൂക്ഷിച്ചു വെച്ച് പായസം ഉണ്ടാക്കി കഴിക്കണം. അറിവിന്റെയും വിജയത്തിന്റെയും പ്രകാശം എല്ലാവരുടെ ജീവിതത്തിലും നിറഞ്ഞൊഴുകട്ടെ. വിദ്യാരംഭം നടത്തുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വിജയദശമി ആശംസകൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ വിദ്യ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാധാന്യമുള്ളതാണെന്ന്?